കർത്താവ് ചില കഷ്ടതകൾ അനുവദിച്ചാലും സഹിക്കുന്നവരായിരിക്കണമെന്നും കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസ്തർ എപ്പോഴും ദൈവവാഗ്ദാനത്തെ അവകാശപ്പെടുവാൻ കർത്താവ് എന്തനുവദിച്ചാലും അതെല്ലാം സഹിക്കുന്നവരായിരിക്കണമെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കർത്താവിൻ്റെ നന്മ അനുഭവിച്ചവർ ആണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമെന്നും കൂടി നമുക്കറിയാമല്ലോ. പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ അടച്ചു. എന്നാൽ ഒരു സത്യം മാത്രം നമുക്കിവിടെ വ്യക്തമായി, പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ, കാരാഗൃഹത്തിൽ ഒരാളെ അടച്ചാൽ അവിടെ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും? അവിടെ ഒരാളെ കഷ്ടത വരുമ്പോൾ, അല്ലെ കാരാഗൃഹത്തിൽ ആമത്തിൽ അടച്ചു പൂട്ടുമ്പോൾ കാരാഗൃഹി